ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് വിവരാവകാശ നിയമം 2005 റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005. നമ്മൾ അതിന്റെ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. എന്താണ് വിവരാവകാശ നിയമം പാസ്സാക്കിയത് 2005 ജൂൺ 15-നും അത് നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ വിവരാവകാശ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്, പ്രസിഡന്റ് ആയിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. വിവരാവകാശ നിയമം പാസ്സാക്കിയ 55ാമത്തെ രാജ്യമാണ് എന്താ നമ്മളുടെ ഇന്ത്യ. ലോകത്തിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യം എന്ന് പറയുന്നത് സ്വീഡനാണ്, 1766. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആക്ട് പാസ്സാക്കിയത് എന്ന് പറഞ്ഞാൽ അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ എന്താണ് ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ സുതാര്യമാക്കുന്നതിന് വേണ്ടിയും എല്ലായിടത്തും ജനങ്ങളുടെ ഒരു ഇടപെടൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിവരാവകാശ നിയമം 2005 എന്ന് പറയുന്നത് ഇന്ത്യയിൽ പാസ്സാക്കപ്പെട്ടിട്ടുള്ളത്. ഇതിന്റെ മുൻഗാമിയായിട്ട് നമുക്കൊരു നിയമം ഉണ്ടായിരുന്നു, ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. ഈ വിവരാവകാശ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കുവാൻ അതിനുവേണ്ടി പ്രവർത്തിച്ച സംഘടനയാണ് എന്ന് പറയുന്നത് മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന് പറയുന്നത്. അതിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നേതൃത്വം വഹിച്ച ഒരു വനിതയാണ് അരുണ റോയ് എന്നുള്ളത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസ്സാക്കിയ സംസ്ഥാനം എന്ന് പറയുന്നത് 1997 തമിഴ്നാടാണ്. 2005 വിവരാവകാശ നിയമം ആദ്യമായിട്ട് നിലവിൽ വന്ന സംസ്ഥാനം എന്ന് പറയുന്നത് എന്താണ് രാജസ്ഥാനാണ്. വിവരാവകാശ നിയമങ്ങളിൽ 6 അധ്യായങ്ങളും 31 സെഷൻസും 2 പട്ടികയുമാണുള്ളത്. നമ്മൾ 6 അധ്യായങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പഠിച്ചു. 2 പട്ടിക എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ ഒരു വിവരാവകാശ ഭേദഗതി നിയമം 2019 വന്ന മാറ്റം അതിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ചും സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ചും അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഒക്കെയാണ് എന്ത് ചെയ്തത് നമ്മൾ അവസാനമായിട്ട് ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പോ നമ്മൾ സെക്ഷൻസ്, അതായത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എന്താണ് ഒരു 6 സെഷൻ പഠിച്ചു. അതായത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് 12, 13, 14, സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് 15, 16, 17 ഇങ്ങനെ 3 സെഷൻസ് അവിടെ തന്നെ നമ്മൾ പഠിച്ചു. നമ്മളിനി എന്താണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്? വിവരാവകാശ നിയമം എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫീസുകളിൽ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ സർക്കാരിന്റെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളിൽ അവിടെ ലഭ്യമാകുന്ന വിഷയങ്ങൾ പൗരന്മാർക്ക് കൂടി ലഭ്യമാകുന്നത് പൗരന്മാർക്ക് ഒരു അവകാശമായിട്ട് നൽകുന്നതാണെന്ന് പറയുന്നത് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രവർത്തനങ്ങൾ, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ അഴിമതിരഹിതവും സുതാര്യവുമാകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന 2 നിർവചനങ്ങളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി മാത്രം വെക്കുക. ഒന്നാമത്തെ നിർവചനം എന്ന് പറയുന്നത് എന്താണ് വിവരം അഥവാ ഇൻഫർമേഷൻ എന്നുള്ളതാണ്. ഒരു പൊതു അധികാര സ്ഥാപനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഓഫീസിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് വിവരങ്ങളായിട്ട് ആവശ്യപ്പെടാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അതിൽ വിവരം എന്ന് പറയുന്ന നിർവചനത്തിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത്. ഈ വിവരം അതിനെ നിർവചിക്കുന്നത് ഈ പറയുന്ന വിവരാവകാശ നിയമത്തിലെ ഒരു സെക്ഷനാണ്. സെക്ഷൻ 2F എന്നാണ് ഇതിനെ പറയുന്നത്. എന്താണ് സെക്ഷൻ 2F എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഇൻഫർമേഷൻ അഥവാ വിവരം എന്നതിന് എന്ത് ചെയ്യുന്നു? അതിനെ നിർവചിക്കുന്നു. അപ്പോ ഇതിന്റെ എന്തൊക്കെയാണ് ഈ ഇൻഫർമേഷന്റെ പരിധിയിൽ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കുക, കയ്യെഴുത്തു പ്രതികൾ അടക്കമുള്ള രേഖകൾ, പ്രമാണങ്ങൾ, മെമ്മോകൾ, ഇമെയിലുകൾ, ഉത്തരവുകൾ, സർക്കുലറുകൾ, പ്രസ് റിലീസുകൾ, റിപ്പോർട്ടുകൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ലോഗ് ബുക്ക്, സാമ്പിളുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് മാധ്യമങ്ങളിലുള്ള വിവരങ്ങൾ, ഇവ എല്ലാം ഇൻഫർമേഷൻ അഥവാ വിവരം എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ നിർവചനത്തിന് കീഴിൽ വരുന്നതാണ്.
ഈ ഡെഫിനിഷൻ, അതായത് വിവരം എന്നുള്ളതിന്റെ ഡെഫിനിഷൻ പറയുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 2F എന്ന് പറയുന്നത്. കയ്യെഴുത്ത് പ്രതികൾ അടക്കമുള്ള രേഖകൾ, പ്രമാണങ്ങൾ, മെമ്മോകൾ, ഇതൊന്നും കാണാതെ പഠിക്കേണ്ട, മനസ്സിലാക്കി വെച്ചാൽ മതി. ഇമെയിലുകൾ, ഉത്തരവുകൾ, സർക്കുലറുകൾ, പ്രസ് റിലീസുകൾ, റിപ്പോർട്ടുകൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ലോഗ് ബുക്ക്, സാമ്പിളുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് മാധ്യമങ്ങളിലുള്ള വിവരങ്ങൾ എന്നിവ എല്ലാം ഒരു ഗവൺമെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് എന്ത് രൂപത്തിലാണെങ്കിലും അതെന്തിന്റെ പരിധിയിൽ വരും? അത് ഇൻഫർമേഷൻ അഥവാ വിവരം എന്നുള്ളതിന്റെ പരിധിയിൽ എന്ത് ചെയ്യും? വരും. അടുത്തത് നമ്മൾ ഒരു പദം പ്രയോഗിച്ചു, പൊതു അധികാര സ്ഥാപനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ് പൗരന്മാർക്ക് ലഭിക്കുന്നത്. എന്തിനെ കുറിച്ചുള്ള? വിവരാവകാശ നിയമപ്രകാരം എന്തിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് പൗരന്മാർക്ക് ലഭിക്കുന്നത്? പൊതു അധികാര സ്ഥാപനങ്ങളെ കുറിച്ച്. എന്താണ് പൊതു അധികാര സ്ഥാപനം? പബ്ലിക് അതോറിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് പൊതു അധികാര സ്ഥാപനം. പബ്ലിക് അതോറിറ്റികളെ കുറിച്ചുള്ള വിവരങ്ങളാണ് പൗരന്മാർക്ക് ലഭിക്കുന്നത്. എന്ത് പ്രകാരം? വിവരാവകാശ നിയമപ്രകാരം. അപ്പോ നമ്മൾ വിവരങ്ങൾ എന്താണ് എന്നുള്ളത് നിർവചിച്ചു. അതുപോലെ തന്നെ നമ്മൾ അടുത്തത് നിർവചിക്കാൻ പോകുന്നത് എന്താണ് ഈ പൊതു അധികാര സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ പബ്ലിക് അതോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇതിനെ വിവരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിനെ നിർവചിക്കുന്നത് മറ്റൊരു സെക്ഷനിലാണ്. സെക്ഷൻ 2H എന്നാണ് അത് പറയപ്പെടുന്നത്. എന്താണ്? സെക്ഷൻ 2H. സെക്ഷൻ 2H ആണ് ഇതിനെ കുറിച്ച് വിവരിക്കുന്നത്, പൊതു അധികാര സ്ഥാപനത്തെ കുറിച്ച്. പബ്ലിക് അതോറിറ്റി എന്താണ് എന്നുള്ളത് നിർവചിക്കുന്നത് ഏത് സെക്ഷനിലാണ്? സെക്ഷൻ 2H. ഇത് പ്രകാരം എന്തൊക്കെയാണ് ഇതിന്റെ കീഴിൽ വരുന്നത്, ഈ പൊതു അതോറിറ്റിയുടെ കീഴിൽ വരുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതായത് 2H പ്രകാരം എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ മാത്രമല്ല, ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന എന്താണ് ഗവൺമെന്റ് ഇതര സ്ഥാപനങ്ങളും എന്തിന്റെ പരിധിയിൽ വരും? ഈ പറയുന്ന പൊതു അധികാര സ്ഥാപനത്തിന്റെ പരിധിയിൽ വരും. ഗവൺമെന്റ് സ്ഥാപനങ്ങളും ഗവൺമെന്റിന്റെ സഹായം സ്വീകരിക്കുന്ന നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ അഥവാ NGOs, സർക്കാർ ഇതര സ്ഥാപനങ്ങൾ, അതൊക്കെ എന്തിന്റെ പരിധിയിൽ വരും? ഈ പറയുന്ന പബ്ലിക് അതോറിറ്റി, പൊതു അധികാര സ്ഥാപനം എന്നുള്ളതിന്റെ നിർവചനത്തിൽ വരും. നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടന പ്രകാരമോ പാർലമെന്റോ സംസ്ഥാന നിയമങ്ങളോ നിർമ്മിച്ച നിയമം വഴിയോ സർക്കാർ വിജ്ഞാപനം വഴിയോ നിലവിൽ വന്നത് രൂപീകരിക്കപ്പെട്ടതോ ആയ എല്ലാ സ്ഥാപനങ്ങളും, ആ സ്ഥാപനം എന്തൊക്കെയാണ്? ഇന്ത്യൻ ഭരണഘടന പ്രകാരം രൂപപ്പെട്ട സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണഘടനാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് നമ്മൾ പറയുന്ന സ്ഥാപനങ്ങൾ. പിന്നെ എന്താണ്? അത് മാത്രമല്ല, എന്താണ്? നിയമം വഴി, സംസ്ഥാന സർക്കാർ നിയമം വഴി നിർമ്മിച്ചതായിക്കോട്ടെ, കേന്ദ്ര സർക്കാർ നിയമം വഴി നിർമ്മിച്ചതായിക്കോട്ടെ, അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്. പിന്നെ എന്താണ്? സർക്കാർ വിജ്ഞാപനം വഴി എന്താണ് നിലവിൽ വന്നിട്ടുള്ള സ്ഥാപനങ്ങൾ. കൂടാതെ എന്താണ്? ഇവ മാത്രമല്ല വരുന്നത്, കൂടാതെ സർക്കാരിന്റെ ഉടമസ്ഥതയിലോ അല്ലെങ്കിൽ നിയന്ത്രണത്തിലോ സർക്കാരിൽ നിന്ന് ധനസഹായം ലഭിക്കുന്നതോ ആയിട്ടുള്ള എന്താണ് സർക്കാർ ഇതര സ്ഥാപനങ്ങൾ, എന്താണ് NGOs, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ്. ഇവയെല്ലാം എന്തിന്റെ പരിധിയിൽ വരും? ഇവ എല്ലാം പബ്ലിക് അതോറിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ പൊതു അധികാര സ്ഥാപനം എന്നുള്ളതിന്റെ നിർവചനത്തിന് കീഴിൽ വരും. നോക്കുക, ഇന്ത്യൻ ഭരണഘടന പ്രകാരമോ പാർലമെന്റോ സംസ്ഥാന നിയമങ്ങളോ നിർമ്മിച്ച നിയമം വഴിയോ സർക്കാർ വിജ്ഞാപനം വഴിയോ നിലവിൽ വന്നതോ രൂപീകരിക്കപ്പെട്ടതോ ആയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും, കൂടാതെ എന്താണ് സർക്കാരിന്റെ ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലോ അല്ലെങ്കിൽ എന്താണ് സർക്കാരിൽ നിന്ന് ധനസഹായം ലഭിക്കുന്നതുമായിട്ടുള്ള സർക്കാർ ഇതര സ്ഥാപനങ്ങളും എന്തിന്റെ അധികാര പരിധിയിൽ വരും? പൊതു അധികാര സ്ഥാപനം എന്ന് പറയുന്നതിന്റെ നിർവചനത്തിന് കീഴിൽ വരും. ആ പോയിന്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. ആദ്യത്തെ എന്താണ്? 2F ആണ്. 2F എന്തിനെയാണ് നിർവചിക്കുന്നത്? അത് വിവരം അഥവാ ഇൻഫർമേഷനെ നിർവചിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 2H ആണ്. സെക്ഷൻ 2H എന്തിനെ നിർവചിക്കുന്നു? സെക്ഷൻ 2H പൊതു അധികാര സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ പബ്ലിക് അതോറിറ്റി എന്ന് പറയുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത്
എന്ത് ചെയ്യുന്നു? നിർവചിക്കുന്നു. അപ്പോ നമുക്കറിയാം ഒരു പൊതു അധികാര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ എല്ലാ പൗരന്മാർക്കും നൽകുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. പക്ഷേ ഈ പൊതു അധികാര സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പൊതു അധികാര സ്ഥാപനങ്ങളിലെയും വിവരങ്ങൾ നമുക്ക് ലഭിക്കുമോ? എല്ലാ പൊതു അധികാര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുമോ? ഇല്ല. എന്തുകൊണ്ടില്ല? അതായത് ചില പൊതു അധികാര സ്ഥാപനങ്ങളെ എന്തിന്റെ പരിധിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്? ഈ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോ അടുത്ത നമ്മൾ പറയാൻ പോകുന്ന സെഷൻ എന്ന് പറയുന്നത് സെഷൻ 8 ആണ്. സെഷൻ 8 വിവരാവകാശ നിയമപ്രകാരം ഒരു പൗരന് നൽകാൻ കഴിയാത്ത വിവരങ്ങളെ കുറിച്ച് ചെയ്യുന്നത് പ്രതിപാദിക്കുന്നത്. എന്താണ് സെഷൻ 8 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? സെഷൻ 8 പ്രതിപാദിക്കുന്നത് വിവരാവകാശ നിയമപ്രകാരം ഒരു പൗരന് നൽകുവാൻ കഴിയാത്ത വിവരങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഏത് സെഷനാണ്? സെഷൻ 8 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? വിവരാവകാശ നിയമപ്രകാരം ഒരു പൗരന് നൽകുവാൻ കഴിയാത്ത വിവരങ്ങൾ. എന്തൊക്കെയാണ് അത്തരത്തിലുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത്? ഒന്ന്, ഭാരതം അഥവാ ഇന്ത്യ എന്ന് പറയുന്ന നമ്മളുടെ രാജ്യത്തിന്റെ എന്താണ് യൂണിറ്റി, എന്താണ് ഐക്യം, ഇന്റഗ്രിറ്റി, അഖണ്ഡത, പരമാധികാരം, സുവർണിറ്റി, ഇവയെ തകർക്കുന്ന അല്ലെങ്കിൽ ഇതിനെ ബാധിക്കുന്ന വിഷയങ്ങളെ കുറിച്ചുകൊണ്ട് എന്ത് നമുക്ക് ലഭിക്കില്ല? യാതൊരു വിവരങ്ങളും നമുക്ക് ലഭിക്കില്ല. രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രാജ്യത്തിന്റെ പരമാധികാരം, അഖണ്ഡത, രാജ്യ സുരക്ഷിതത്വം തുടങ്ങിയവയെ ബാധിക്കുന്ന യാതൊരു വിഷയങ്ങളെ കുറിച്ചുമുള്ള വിവരങ്ങൾ എന്ത് ചെയ്യില്ല? നമുക്ക് ലഭിക്കില്ല. പിന്നെ മറ്റു വിഷയങ്ങൾ, കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയങ്ങൾ, എന്താണ് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയങ്ങൾ എന്ത് ലഭിക്കില്ല? നമുക്ക് ലഭിക്കുകയില്ല. പിന്നെ എന്താണ് വ്യക്തിയുടെ ജീവനും ശാരീരിക സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന വിവരങ്ങൾ. മറ്റൊരു വ്യക്തിയുടെ ജീവന് ശാരീരിക സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന വിവരങ്ങളും നമുക്ക് എവിടെ നിന്ന് ലഭിക്കില്ല? വിവരാവകാശ നിയമപ്രകാരം ലഭിക്കില്ല. മാത്രമല്ല മന്ത്രിസഭകളുടെ എന്താണ് രഹസ്യ സ്വഭാവമുള്ള മീറ്റിങ്ങുകൾ, എന്താണ് ചില രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കേണ്ട വിഷയങ്ങൾ, അവയെ കുറിച്ചൊന്നും എന്ത് ലഭിക്കില്ല? നമുക്ക് വിവരാവകാശ നിയമപ്രകാരം എന്ത് ലഭിക്കില്ല? മറുപടി ലഭിക്കില്ല. അപ്പൊ എന്താണ് സെക്ഷൻ 8 വിവരാവകാശ നിയമപ്രകാരം പൗരന് നൽകുവാൻ കഴിയാത്ത വിവരങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡത, പരമാധികാരം, രാജ്യ സുരക്ഷ ഇവയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വിഷയങ്ങളെ കുറിച്ചൊന്നും നമുക്ക് എന്ത് ലഭിക്കില്ല? വിവരം ലഭിക്കില്ല. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് വിവരം ലഭിക്കില്ല. മറ്റൊരു വ്യക്തിയുടെ ശാരീരിക സുരക്ഷയ്ക്കും ജീവനും ഭീഷണിയാകുന്ന വിഷയങ്ങളെ കുറിച്ച് എന്ത് ലഭിക്കില്ല? നമുക്ക് യാതൊരു വിവരവും തന്നെ എന്ത് ലഭിക്കില്ല? വിവരാവകാശ നിയമപ്രകാരം ലഭിക്കില്ല. ഇതേത് സെക്ഷനിലാണ് പറയുന്നത്? സെഷൻ 8 പറയുന്നത്. നമ്മൾ ഇത് തന്നെ എവിടെ പറഞ്ഞിട്ടുണ്ട്? നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? എന്ത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇത് പറഞ്ഞത്? ഇതുപോലെ ഒരു കാര്യം ഞാൻ ഈ ക്ലാസ്സിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ക്ലാസ്സിന്റെ അല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ. ആർക്കെങ്കിലും ഓർക്കുന്നുണ്ടോ എന്തെങ്കിലും? ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ വിവരം നൽകാൻ കഴിയാത്ത ഷെഡ്യൂൾ 2 വെരി ഗുഡ് മിഥുന വർഗീസ്, വെരി ഗുഡ്. ഓക്കെ, ഷെഡ്യൂൾ 2 ഉൾപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ എന്ത് ലഭിക്കില്ല? വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ലഭിക്കില്ല എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എത്തരത്തിലുള്ള സ്ഥാപനങ്ങളാണ് അത്? ഇന്ത്യയുടെ രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങൾ. ഇപ്പോ CRPF, PSF, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, NIA, മിലിറ്ററി, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള, അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ കുറിച്ചുള്ള, ഇതൊക്കെ പൊതു അധികാര സ്ഥാപനങ്ങളാണ്. ഗവൺമെന്റ് ഫണ്ട് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. പക്ഷേ ഇവയെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് എവിടെ ലഭിക്കില്ല? വിവരാവകാശ നിയമപ്രകാരം
ലഭിക്കില്ല. പക്ഷേ ഈ സ്ഥാപനങ്ങളിലുള്ള വിവരങ്ങൾ നമുക്ക് വിവരാവകാശ നിയമപ്രകാരം ലഭിക്കില്ല എന്നുള്ളത് എന്താണ് പറയുന്നത്? ഈ സെക്ഷൻ 8-ലല്ല. എന്താണ് സെക്ഷൻ 8-ൽ ഇങ്ങനെ മാത്രമേ പറയുന്നുള്ളൂ. അതായത് ഭാരതത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ പൗരന് ലഭിക്കില്ല എന്ന് മാത്രമാണ് സെക്ഷൻ എന്ന് പറയുന്നത് 8 പറയുന്നത്. എന്നാൽ നമ്മൾ ഈ പറയുന്ന പട്ടിക 2-ൽ പറയുന്ന സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ എന്ത് ലഭിക്കില്ല? വിവരാവകാശ നിയമപ്രകാരം പൗരന് ലഭിക്കില്ല എന്ന് പറയുന്നത് അത് മറ്റൊരു സെക്ഷനിലാണ്. ആ സെക്ഷന്റെ പേരാണ് സെക്ഷൻ 24. ഇതാണ് സെക്ഷൻ 24. സെക്ഷൻ 24 പറയുന്നത് ഷെഡ്യൂൾ 2-ൽ പ്രതിപാദിക്കുന്ന സ്ഥാപനങ്ങളെ എന്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു? വിവരാവകാശത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. സെക്ഷൻ 24 പറയുന്നത് എന്താണ്? ഷെഡ്യൂൾ 2-ൽ പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ പട്ടിക 2-ൽ പ്രതിപാദിക്കുന്ന സ്ഥാപനങ്ങളെ വിവരാവകാശത്തിന്റെ പരിധിയിൽ നിന്നും എന്തു ചെയ്തിരിക്കുന്നു? ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 24 അപ്പോ 24 പ്രകാരം എന്താണ്? ഷെഡ്യൂൾ 2-ൽ പ്രതിപാദിക്കുന്ന സ്ഥാപനങ്ങളെയും എന്ത് ചെയ്തിരിക്കുന്നു? വിവരാവകാശത്തിന്റെ പരിധിയിൽ നിന്നും എന്ത് ചെയ്തിരിക്കുന്നു? ഒഴിവാക്കിയിരിക്കുന്നു. 2 സെക്ഷനാണ്, സെക്ഷൻ 8, സെക്ഷൻ 24. സെക്ഷൻ 9-ഉം ഇത്തരത്തിൽ എന്താണ്? ഒഴിവാക്കുന്നതിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. പക്ഷെ അത് നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തത് കൊണ്ടാണ് സെക്ഷൻ 9 ഇവിടെ എന്ത് ചെയ്യാത്തത്? ഉൾപ്പെടുത്താഞ്ഞത്. സെക്ഷൻ 8, 9, സെക്ഷൻ 24 ഇവയെല്ലാം പറയുന്നത് പൗരന് ലഭിക്കാത്ത വിവരങ്ങളെ കുറിച്ചാണ്. എന്താണ്? പൗരന് ലഭ്യമാകാത്ത വിവരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ്? BSFന്റെ വിവരങ്ങൾ, മിലിറ്ററിയുടെ വിവരങ്ങൾ, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ വിവരങ്ങൾ, ഇതൊന്നും നമുക്ക് ലഭിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ഒരു അഴിമതി നടന്നാൽ അല്ലെങ്കിൽ അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ എന്ത് ലഭിക്കും? നമുക്ക് വിവരാവകാശ നിയമപ്രകാരം ലഭിക്കും. പക്ഷെ അവിടെ ചില സീക്രസികൾ അല്ലെങ്കിൽ ചില രഹസ്യ സ്വഭാവം മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാകും. അവയെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ ലഭില്ല? പൗരന്മാർക്ക് ലഭിക്കുകയില്ല. അപ്പോ സെക്ഷൻ 8 എന്താണ്? വിവരാവകാശ നിയമപ്രകാരം പൗരന് ലഭിക്കാൻ കഴിയാത്ത വിവരങ്ങളെ കുറിച്ച് പറയുന്നു. ഭാരതത്തിന്റെ പരമാധികാരം, അഖണ്ഡത, രാജ്യസുരക്ഷ അത് ബാധിക്കുന്ന വിഷയങ്ങൾ കുറിച്ചുള്ള വിവരങ്ങൾ എന്താണ്? നമുക്ക് ലഭിക്കില്ല. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് കിട്ടില്ല. ഒരു വ്യക്തിയുടെ ജീവനും ശാരീരിക സുരക്ഷയ്ക്കും ഭീഷണിയാവുന്ന വിഷയങ്ങളെ കുറിച്ച് എന്താണ്? നമുക്ക് വിവരങ്ങൾ ലഭിക്കില്ല. സെക്ഷൻ 24 പറയുന്നത് എന്താണ്? ഷെഡ്യൂൾ 2-ൽ അല്ലെങ്കിൽ പട്ടിക 2-ൽ പ്രതിപാദിക്കുന്ന സ്ഥാപനങ്ങളെ എന്താണ്? വിവരാവകാശത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു 2 ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ കുറിച്ചാണ്. അല്ലെങ്കിൽ എന്താണ്? 2 പൊസിഷനുകളെ കുറിച്ച് അല്ലെങ്കിൽ സ്ഥാനങ്ങളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് വിവരാവകാശ നിയമപ്രകാരം ഒരു പൗരനും ഈ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് അവരെ ഏറ്റവും ആദ്യം സമീപിക്കാൻ കഴിയുന്ന 2 ഓഫീസർമാരെ എവിടെ ഉണ്ടാകും? എല്ലാ ഈ പറയുന്ന പൊതു അധികാര സ്ഥാപനങ്ങളിലും ഉണ്ടാകും. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. എന്താണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. മറ്റൊരു പൊസിഷനാണ് എന്തെന്ന് പറയുന്നത്? അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. എന്താണ്? വിവരാവകാശവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് ആരെന്ന് പറയുന്നത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറയുന്നത് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോ അതായത് ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറയുന്നതും അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറയുന്നതും എന്തല്ല? ഒരു പ്രത്യേക തസ്തികയല്ല. എന്താണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറയുന്നതും അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറയുന്നതും എന്തല്ല? ഒരു പ്രത്യേകമായിട്ടൊരു തസ്തിക ഉണ്ടാക്കിയതല്ല. മറിച്ച് എന്താണ്? ഒരു ഗവൺമെന്റ് ഓഫീസ് ഉണ്ടാകും.
അവിടെ കുറച്ച് സ്റ്റാഫുകൾ ഉണ്ടാകും. അതിൽ നിന്നെന്താണ് ഒരു അധിക ചുമതല നൽകുന്നതാണ്. അവിടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിന് അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന് എന്ത് ചെയ്യും? ഒരു അധിക ചുമതല നൽകും. എന്തെന്ന് പറഞ്ഞുകൊണ്ട് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറഞ്ഞുകൊണ്ട്, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? ഒരു അധിക ചുമതല നൽകും. ഇതെന്തല്ല, ഒരു പ്രത്യേക ഉദ്യോഗസ്ഥരല്ല, ഉദ്യോഗസ്ഥർ നിലവിൽ ആ സ്ഥാപനത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഒരു അധിക ചുമതല കൊടുക്കുന്നതാണ് ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോ ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു വിവരം വേണമെങ്കിൽ ഇപ്പോ ഒരു ഒരു എന്താണ് തഹസിൽദാരുടെ ഓഫീസാണെന്ന് കരുതുക. അവിടെ ഒരു ചിലപ്പോൾ ഒരു UD ക്ലർക്ക് ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള ഒരു സ്റ്റാഫ് ആയിരിക്കും എന്തെന്ന് പറയുക ചിലപ്പോ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. മനസ്സിലാക്കുക, അവിടുത്തെ ഒരു UD ക്ലർക്ക് തന്നെ ആയിരിക്കും എന്തെന്ന് പറയുക ഒരു അവിടുത്തെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. നമുക്ക് ഈ തഹസിൽദാരുമായി ബന്ധപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള എന്ത് വിവരാവകാശങ്ങൾക്കും നമ്മൾ സമീപിക്കേണ്ട ആരെയാണ്? ഈ ഇൻഫർമേഷൻ ഓഫീസറെയാണ്. ഇദ്ദേഹം അവധിയിൽ വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നടത്തുന്നത് ആരായിരിക്കും? അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആയിരിക്കും. വിവരാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് പൗരൻ ഏറ്റവും ആദ്യം നേരിട്ട് കോണ്ടാക്ട് നടത്തുന്ന ഉദ്യോഗസ്ഥരാണ് എന്തെന്ന് പറയുന്നത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. ഇനി സെഷൻ 5 ഈ പറയുന്ന വിവരാവകാശ നിയമം 2005 സെഷൻ 5 പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ നിയമനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇനി നമ്മളൊരു വിവരാവകാശം നൽകണമെങ്കിൽ ആദ്യം എന്ത് വേണം? ആദ്യം നമ്മൾ ഈ പറയുന്ന ഇൻഫർമേഷൻ ഓഫീസർക്ക് ഒരു അപേക്ഷ കൊടുക്കണം. എന്ത് കൊടുക്കണം? ഒരു അപേക്ഷ കൊടുക്കണം. സെഷൻ 6 വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. സെഷൻ 5 പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ നിയമനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. സെഷൻ 6 വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് SCERT പാഠപുസ്തകം പഠിച്ചപ്പോൾ എങ്ങനെയാണ് ഒരു വിവരാവകാശം നൽകുന്നത് എന്നുള്ളതിന്റെ ഒരു ഫോർമാറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമെന്ന് കരുതുന്നു. ഈ നമ്മളൊരു അപേക്ഷ കൊടുക്കുമ്പോൾ അതിനെന്തുണ്ട്? അതിനൊരു നിശ്ചിത ഫീസ് ഉണ്ട്. ആ ഫീസ് എന്ന് പറയുന്നത്, അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് 10 രൂപയാണ്. എത്ര രൂപയാണ്? 10 രൂപയാണ്. ഈ 10 രൂപ എന്നുള്ളത് നിങ്ങൾക്കൊരു കോർട്ട് ഫീസ് സ്റ്റാമ്പായിട്ട് ഒട്ടിക്കുക, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറയുന്ന 10 രൂപ ട്രഷറിയിൽ അടയ്ക്കാം, ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കാം, അങ്ങനെ അതിന്റെയൊക്കെ റെസിപ്റ്റ് കൊടുത്താൽ മതി. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അത് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ്. വേണമെങ്കിൽ ഒരു ബാങ്കേഴ്സ് ചെക്ക് കൊടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. 10 രൂപയാണ് എന്ന് പറയുന്നത് ഇതിന്റെ അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത്. എന്നാൽ ഈ അപേക്ഷാ ഫീസിന്റെ കാര്യത്തിൽ ദാരിദ്ര്യരേഖക്ക് താഴെയുള്ള വിഭാഗക്കാരെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് BPL എന്ന് പറയുന്ന ആളുകളെ എന്ത് വേണ്ട? അവർക്ക് വിവരാവകാശം നൽകുന്നതിനും അതിന് മറുപടി ലഭിക്കുമ്പോഴും കൊടുക്കേണ്ട ഫീസുകൾ നിന്ന് അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഒഴിവാക്കിയിട്ടുണ്ട്. ദാരിദ്ര്യരേഖക്ക് താഴെയുള്ള വിഭാഗക്കാരെ അപേക്ഷാ ഫീസ് നൽകുന്നതിൽ നിന്നും വിവരങ്ങൾ നൽകുമ്പോൾ ഈടാക്കേണ്ട ചിലവിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്? ഒഴിവാക്കിയിട്ടുണ്ട്. സെഷൻ 6 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സെഷൻ 6 പറയുന്നത് വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷയെ കുറിച്ച്. 5 പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ നിയമനത്തെ കുറിച്ച് പറയുന്നു. 6 വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷയെ കുറിച്ച് പറയുന്നു. ഇനി 7 സെഷൻ 7 എന്ന് പറയുന്നത് ഈ അപേക്ഷ എന്താണ്? ഒരു അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം? അത് തീർപ്പാക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അതിനൊരു മറുപടി കൊടുക്കണം. ഈ മറുപടിയെ കുറിച്ചാണ് എന്ത് പറയുന്നത്? സെക്ഷൻ 7 പറയുന്നത്. അപേക്ഷയുടെ തീർപ്പാക്കലിനെ കുറിച്ചാണ് എന്തെന്ന് പറയുന്നത് സെക്ഷൻ 7 പ്രതിപാദിക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞു, ഒരു ഓഫീസിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ടാവും, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ടാകും. നമ്മൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മളുടെ ആ 10 രൂപ ഒട്ടിച്ച അപേക്ഷ കൊടുക്കുന്നത് എങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് മറുപടി ലഭിക്കണം? നമുക്ക് 30 ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കണം. എന്താണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ്
അപേക്ഷ നൽകുന്നത് എങ്കിൽ എത്ര ദിവസത്തിനുള്ളിലാണ്? 30 ദിവസത്തിനുള്ളിൽ നമുക്ക് മറുപടി ലഭിക്കേണ്ടതാണ്. എന്നാൽ ഇപ്പൊ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഇല്ല, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണ് അവിടെ ഉള്ളത് എങ്കിൽ എന്താണ്? അപേക്ഷ കൊടുത്താൽ 35 ദിവസത്തിനുള്ളിലാണ് നമുക്ക് എന്ത് ലഭിക്കുക? മറുപടി ലഭിക്കുക. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിൽ 30 ദിവസത്തിനുള്ളിലും അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ നൽകുന്നതെങ്കിൽ 35 ദിവസങ്ങൾക്കുള്ളിലും എന്ത് ലഭിച്ചിരിക്കണം? ആ അപേക്ഷകന് മറുപടി ലഭിച്ചിരിക്കണം. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ നൽകുന്നതെങ്കിൽ എന്താണ്? 35 ദിവസത്തിനുള്ളിൽ മറുപടി നൽകേണ്ടതാണ്. ഇനി ഒരു വ്യക്തിയുടെ ജീവനോ സ്വത്തിനോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിഷയത്തെ കുറിച്ചാണ് ആ ചോദ്യം ഉന്നയിക്കപ്പെട്ടതെങ്കിൽ എന്താണ്? 48 മണിക്കൂറിനുള്ളിൽ എന്ത് നൽകണം? മറുപടി നൽകേണ്ടതാണ്. 48 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണം. ഏത് സാഹചര്യത്തിലാണ്? ഒരു വ്യക്തിയുടെ ജീവൻ, സ്വത്ത്, സ്വാതന്ത്ര്യം ഇവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണെങ്കിൽ എത്ര മണിക്കൂറിനുള്ളിലാണ്? 48 മണിക്കൂറിനുള്ളിൽ ഉത്തരം നൽകിയിരിക്കണം. ഒരു വ്യക്തിയുടെ ജീവനോ സ്വത്തിനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിഷയങ്ങളിൽ 48 മണിക്കൂറിനുള്ളിൽ എന്ത് നൽകിയിരിക്കണം? മറുപടി നൽകിയിരിക്കണം. ഇനി ഇപ്പൊ നമ്മൾ ഒരു അപേക്ഷ നൽകി, 30 ദിവസത്തിനുള്ളിൽ നമുക്ക് മറുപടി കിട്ടിയില്ല എന്ന് കരുതുക. ഇതാണ് നമ്മൾ ഒരു അപേക്ഷ നൽകി, നമുക്ക് 30 ദിവസത്തിനുള്ളിൽ മറുപടി നൽകി കഴിഞ്ഞില്ല, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അതിൽ പരാജയപ്പെട്ടാൽ ആ വിവരം എന്നുള്ളത് നമുക്ക് എന്തായിട്ട് ലഭിക്കും? സൗജന്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നതിന് ചില ഫീസുകളൊക്കെ ഉണ്ട്. അപ്പോ ഒരു A4 ഷീറ്റ് ഒക്കെ എടുക്കുന്നതിന് എന്താണ്? 3 രൂപയാണ്. ഫ്ലോപ്പിയിലാണെങ്കിൽ 75 രൂപ. നേരിട്ട് പരിശോധിക്കാനാണെങ്കിൽ ആദ്യത്തെ 1 മണിക്കൂർ സൗജന്യം, പിന്നെ അരമണിക്കൂറിന് 10 രൂപ. അങ്ങനെ ഒരു ഫീസ് സ്ട്രക്ചർ ഉണ്ട് നമുക്ക് മറുപടി ലഭിക്കുന്നതിന്. അപ്പോ ആവശ്യപ്പെടുന്ന വിവരം എന്താണ്? ആ കാലഘട്ടത്തിനുള്ളിൽ, അതായത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് കൊടുക്കുന്നതെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ മറുപടി തരാൻ അദ്ദേഹം പരാജയപ്പെട്ടാൽ ആ വിവരങ്ങൾ എന്തായിട്ട് നൽകണം? ഫ്രീ ആയിട്ട് നൽകാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. ആവശ്യപ്പെടുന്ന നൽകേണ്ടതാണ്. അതാണ് ആ വിവരം സമയപരിക്കുള്ളിൽ എന്താണ് നൽകുന്നതിൽ വരുത്തി കഴിഞ്ഞാൽ എന്താണ് ആ വിവരം എന്തെന്ന് പറയുന്നത്? അപേക്ഷകന് സൗജന്യമായിട്ട് നൽകേണ്ടതാണ്. തീർപ്പാക്കലെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ 30 ദിവസം, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ 35 ദിവസം, ഒരു വ്യക്തിയുടെ ജീവനും സ്വത്തിനും സംബന്ധിക്കുന്ന വിഷയമാണെങ്കിൽ 48 മണിക്കൂർ. ആ ഇവർ പറയുന്ന ആ സമയപരിധിക്കുള്ളിൽ വിവരങ്ങൾ നൽകാൻ കഴിഞ്ഞില്ല എങ്കിൽ എന്താണ്? ആ വിവരം ആ വ്യക്തിക്ക് അല്ലെങ്കിൽ എന്താണ് അപേക്ഷകന് പറയുന്നു. സെഷൻ 6 എന്ന് പറയുന്നത് എന്താണ്? സെഷൻ 6 എന്ന് പറയുന്നത് ഈ പറയുന്ന പബ്ലിക് ഇൻഫർമേഷൻ അപേക്ഷയെ കുറിച്ച്, അതായത് വിവരാവകാശങ്ങൾ. ഈ ഓഡിയോ ക്ലിയർ അല്ലാത്ത വിഷയം എല്ലാവർക്കും ഉണ്ടോ? മിഥുനൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ടോ? എന്താ പ്രശ്നം? ഓഡിയോയുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങളുടെ വിഷയം? കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണോ? ബ്രേക്ക് ആയി പോകും.
ഹലോ, ഇപ്പൊ ക്ലിയർ ആവുണ്ടോ? ഹലോ, എന്തെങ്കിലും മറുപടി നൽകൂ. ഹലോ, യെസ്. സെഷൻ 6 എന്ന് പറയുന്നത് എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടതിനെ കുറിച്ച് പറയുന്നു. സെഷൻ 7 എങ്ങനെയാണ് ഈ അപേക്ഷയിൽ തീർപ്പ് കൽപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നു, പറയുന്നു. ഇനി നമ്മളൊരു അപേക്ഷ കൊടുത്തു, പിന്നെയും പ്രശ്നം ഉണ്ടാവും. ഇവിടെ ചെറിയ നെറ്റ്വർക്കിന്റെ പ്രശ്നമുണ്ട്, അതിന്റെയാണ്. ഞങ്ങൾ ഓഫീസ് പുതിയതായി മാറിയിട്ട് അത് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വരുന്നുള്ളൂ. അപ്പൊ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്ത ദിവസം റെഡിയാക്കാൻ നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. നെറ്റൊക്കെ പുതിയത് എടുത്തിട്ട് അതിന്റെ ഒരു വർക്കുകളൊക്കെ റെഡി ആയിട്ട് വരുന്നതേ ഉള്ളൂ കേട്ടോ. ശരി. അപ്പൊ എന്താണ്, നമ്മളിപ്പോ ഒരാൾക്ക് വിവരം നൽകി വിവരത്തിന് മറുപടി കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അപ്പോ ഈ വിവരം നൽകി വിവരത്തിന് മറുപടി നൽകാൻ ഒരു ഉദ്യോഗസ്ഥൻ പരാജയപ്പെട്ടാൽ എന്താണ്, നമുക്ക് വിവരങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞു. വിവരങ്ങൾ വെറുതെ ഫ്രീ ആയിട്ട് കിട്ടുക മാത്രമല്ല ചെയ്യുന്നത്, എന്താണ്, ഈ വിവരം നമുക്ക് കൃത്യസമയത്ത് തരാൻ കഴിയാത്ത ഉദ്യോഗസ്ഥനെതിരെ എന്തുണ്ടാകും, പിഴ എന്ന് പറയുന്നത് ഈടാക്കുവാനായിട്ട് കഴിയും. നോക്കുക, സെഷൻ 20 പിഴ അല്ലെങ്കിൽ ഫൈൻ അല്ലെങ്കിൽ പെനാൽറ്റിയെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അതായത് ഒരു ഉദ്യോഗസ്ഥൻ വിവരം നൽകുവാനായിട്ട് 30 ദിവസം എന്നുള്ള കാലാവധി കഴിഞ്ഞു, അദ്ദേഹത്തിന് വിവരം നൽകാൻ കഴിഞ്ഞില്ല എങ്കിൽ വരുന്ന ഓരോ ദിവസത്തിനും, അതായത് വൈകുന്ന ഓരോ ദിവസത്തിനും എന്താണ്, 250 രൂപ വെച്ച ആ ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും, പിഴ ഈടാക്കും. എന്നാൽ ഈ പിഴ സംഖ്യ എന്നുള്ളത് എന്താണ്, 25,000 രൂപയിൽ എന്ത് ചെയ്യാൻ പാടില്ല, കൂടുവാനായിട്ട് പാടില്ല. ഇത് സെഷനാണ് 20 സെഷൻ. എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്, പിഴ അല്ലെങ്കിൽ ഫൈൻ എന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ ഒരു ദിവസം 250 രൂപ നിരക്കിൽ ഉദ്യോഗസ്ഥനിൽ നിന്ന് എന്താണ്, പിഴ ഈടാക്കാം. എന്നാൽ പിഴ സംഖ്യ എന്നുള്ളത് എന്താണ്, 25,000 രൂപയിൽ കവിയുവാനായിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളതല്ല. 250 രൂപ ദിവസവും അദ്ദേഹത്തിൽ നിന്ന് ഈടാക്കാം. പക്ഷെ ആ ഫൈൻ തുക എന്ന് പറയുന്നത് എത്രയാണ്, 25,000 രൂപയിൽ കൂടുവാനായിട്ട് പാടുള്ളതല്ല. അപ്പോ നമ്മൾ എന്താണ്, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ കുറിച്ച് നോക്കി, അപേക്ഷ നൽകുന്നതിനെ കുറിച്ച് നോക്കി, അപേക്ഷ എന്താണ്, അതിന് എന്താണ്, അപേക്ഷയ്ക്ക് ഉത്തരം നൽകുന്ന കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അത് പരിഗണിക്കേണ്ടതിനെ കുറിച്ച് നോക്കി. ഇനി എന്താണ്, ഈ അപേക്ഷ നൽകിയില്ലെങ്കിൽ പിഴ അല്ലെങ്കിൽ ഫൈൻ നൽകേണ്ട സെഷൻ ഏതാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു.
ഇനി നമ്മളിലേക്ക് ഒരു വിവരം എന്താണ്, വിവരാവകാശ പ്രകാരം നമ്മൾ കൊടുത്തു, നമുക്ക് ആ വിവരം കിട്ടി. പക്ഷേ ആ കിട്ടിയ വിവരത്തിൽ നമ്മൾ എന്തല്ല, സംതൃപ്തരല്ല. നമ്മൾക്ക് എന്താണ് ആ വിവരം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് എന്താണ്, പൂർണ്ണമല്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നു എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾക്ക് ആ വിവരത്തിന് മുകളിൽ ഒരു അപ്പീല് പോകുവാനായിട്ട് കഴിയും. എന്താണ്? ആ വിവരത്തിന് മുകളിൽ നിങ്ങൾക്കൊരു അപ്പീല് പോകുവാനായിട്ട് കഴിയും. ഈ അപ്പീല് തന്നെ രണ്ട് തരത്തിലാണുള്ളത്. ഒന്നാം അപ്പീല്, രണ്ടാം അപ്പീല്. എന്താണ്? രണ്ട് ടയർ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഫസ്റ്റ് അപ്പീലും ഉണ്ടാകും, സെക്കൻഡ് അപ്പീലും ഉണ്ടാകും. ഇതിൽ ഫസ്റ്റ് അപ്പീൽ എന്ന് പറയുന്നത് നമ്മൾ 30 ദിവസത്തിനുള്ളിൽ, അതായത് നമുക്കൊരു വിവരം അവകാശപ്രകാരം ഒരു മറുപടി ലഭിച്ചു, ആ മറുപടി ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ആദ്യത്തെ അപ്പീലിന് വേണ്ടിയിട്ട് സമർപ്പിക്കണം. നമ്മൾ ആദ്യത്തെ അപ്പീല് സമർപ്പിക്കുന്നത് ആർക്കാണ്? അത് നമ്മൾ ആദ്യം കൊടുക്കുന്നത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കായിരിക്കും. അദ്ദേഹത്തിന് തൊട്ടുമുകളിലുള്ള എന്നല്ല, ആ ഓഫീസിൽ അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥനായിരിക്കും എന്ത് നൽകുക? നമ്മൾ അപ്പീല് നൽകുക. ഉദാഹരണം ഇപ്പൊ ഞാൻ പറഞ്ഞു, തഹസിൽദാർ ഓഫീസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ, അല്ലെങ്കിൽ താലൂക്ക് ഓഫീസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ, അവിടുത്തെ ഒരു UD ആണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് കരുതുക. അവര് തന്ന ഒരു ഇൻഫർമേഷൻ എന്നെ സംബന്ധിച്ച് തൃപ്തമല്ല. അപ്പൊ എന്റെ ആദ്യത്തെ അപ്പീല് ഞാൻ കൊടുക്കുക ആർക്കായിരിക്കും? ആ ഓഫീസിനെ സംബന്ധിച്ച് അവിടുത്തെ ഏറ്റവും ഹെഡായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ആരായിരിക്കും? താലൂക്ക് ഓഫീസിനെ സംബന്ധിച്ച് ആ താലൂക്കിലെ തഹസിൽദാരാണ്. അപ്പോ അവിടെ അപ്പീലിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് ആരായിരിക്കും? തഹസിൽദാരായിരിക്കും. ആരായിരിക്കും? തഹസിൽദാരായിരിക്കും. അത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും അത് എന്ത് ചെയ്തിരിക്കും? മാറിയിരിക്കും. മനസ്സിലാക്കുക. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ മുകളിലുള്ള, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും എന്തെന്ന് പറയുക, ഈ പറയുന്ന എന്തെന്ന് പറയുക, ആദ്യത്തെ അപ്പീല് നമുക്ക് കൊടുക്കുക. ഇപ്പൊ പോലീസ് ആണെങ്കിൽ പോലീസ് മേധാവി ആയിരിക്കും. പോലീസിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ടാവും. അദ്ദേഹം തരുന്ന ഉത്തരത്തിൽ നിങ്ങൾ തൃപ്തനല്ലെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ അപ്പീലിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് DGP ആയിരിക്കും. DGP ഓഫ് പോലീസ് ആയിരിക്കും എന്ന് പറയുക ആദ്യത്തെ അപ്പീലിംഗ് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോ ഒന്നാം അപ്പീൽ എന്ന് പറയുന്നത് 30 ദിവസത്തിനുള്ളിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറേക്കാൾ ഉയർന്ന റാങ്കുള്ള ഉദ്യോഗസ്ഥന്റെ അടുത്ത് എന്ത് ചെയ്യാം? അപ്പീല് സമർപ്പിക്കാം. ഇത് പറയുന്ന സെഷനാണ് സെഷൻ 19 സബ് ക്ലോസ് 1 എന്ന് പറയുന്നത്. എന്താണ്? സെഷൻ 19(1) സബ് ക്ലോസ് 1 ആണ് എന്തിനെ കുറിച്ച് പറയുന്നത്? ഒന്നാം അപ്പീലിനെ കുറിച്ച് പറയുന്നത്. ഇതാ, ഈ അപ്പീല് കിട്ടിയാൽ എന്ത് വേണം? 30 ദിവസത്തിനുള്ളിൽ നമ്മൾ അപ്പീൽ കൊടുക്കണം. ഈ അപ്പീൽ കിട്ടിയാൽ 30 ദിവസത്തിനുള്ളിൽ എന്ത് ലഭിച്ചിരിക്കണം? ഈ അപ്പീൽ അധികാരി എന്നുള്ള വ്യക്തി, അതാരാണ്? തഹസിൽദാർ ആയിക്കോട്ടെ, DGP ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഈ അപ്പീൽ അധികാരി എന്ന് പറയുന്ന വ്യക്തി നമുക്ക് എന്ത് ചെയ്തിരിക്കണം? 30 ദിവസത്തിനുള്ളിൽ മറുപടി തന്നിരിക്കണം. പക്ഷേ ചില ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ ഇതെന്താണ്? 45 ദിവസം വരെ ആകാം. അതിന് കുഴപ്പമില്ല. 30 ദിവസത്തിനുള്ളിൽ തരണം. പക്ഷെ ചില അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കത് എത്ര ദിവസം വരെ നീട്ടാം? പരമാവധി 45 ദിവസം വരെ നീട്ടാവുന്നതാണ്. അപ്പീൽ സ്വീകരിച്ച 30 ദിവസത്തിനകം അപ്പീൽ അധികാരി എന്ത് ചെയ്തിരിക്കണം? അത് തീർപ്പാക്കണം. ഒഴിവാക്കാൻ ആകാത്ത സാഹചര്യങ്ങളിൽ എന്താണ്? 45 ദിവസം വരെ എന്ത് ചെയ്യാം? അദ്ദേഹത്തിനെ തീർപ്പാക്കുന്നത് നീട്ടിവെക്കുവാനായിട്ട് കഴിയും. ഇനി രണ്ടാം അപ്പീൽ എന്ന് പറയുന്നത്, ഇപ്പോ നിങ്ങൾ ആദ്യം കൊടുത്തു, നിങ്ങൾ തൃപ്തനല്ല, ആദ്യത്തെ അപ്പീല് നമ്മൾ കൊടുത്തു, ഇപ്പൊ DGP ആയിക്കോട്ടെ, തഹസിൽദാർ ആയിക്കോട്ടെ, നമ്മൾ കൊടുത്തു, അതിന് നിങ്ങൾക്കൊരു മറുപടി ലഭിച്ചു, അതിലും നിങ്ങൾ എന്തല്ല? തൃപ്തനല്ല, അത് പരിപൂർണമല്ല എന്ന് നിങ്ങൾക്ക് തോന്നി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്കൊരു രണ്ടാമതൊരു അപ്പീൽ കൊടുക്കാം. ഇത് 90 ദിവസത്തിനുള്ളിലാണ് ഈ രണ്ടാം അപ്പീൽ എന്ന് പറയുന്നത് എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ സമർപ്പിക്കേണ്ടത്. രണ്ടാം അപ്പീൽ എന്ന് പറയുന്നത് നിങ്ങൾ സമർപ്പിക്കേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്? അത് 90 ദിവസത്തിനുള്ളിലാണ് രണ്ടാം അപ്പീൽ എന്ന് പറയുന്നത് നിങ്ങൾ സമർപ്പിക്കേണ്ടത്. ഇത് സമർപ്പിക്കുന്നത് ആർക്കാണ്? ഇത് കേന്ദ്രത്തിലാണെങ്കിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്, സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ആർക്കാണ്? സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ് രണ്ടാമത്തെ അപ്പീൽ എന്ന് പറയുന്നത് നമ്മൾ സമർപ്പിക്കുന്നത്. സെഷൻ 19
സബ് ക്ലോസ് 3 ആണ് എന്ന് പറയുന്നത് രണ്ടാം അപ്പീലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. സെക്ഷൻ 19 സബ് ക്ലോസ് 3 ആണ് എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? രണ്ടാം അപ്പീലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. നോക്കുക, രണ്ടാം അപ്പീൽ 90 ദിവസത്തിനകം കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ മുമ്പാകെയാണ് എന്ത് ചെയ്യുന്നത്? രണ്ടാം അപ്പീൽ സമർപ്പിക്കുന്നത്. ഏത് സെക്ഷനാണ്? സെക്ഷൻ 19 സബ് ക്ലോസ് 3. ഒന്നാം അപ്പീൽ എന്താണ്? സെക്ഷൻ 19 സബ് ക്ലോസ് 1. രണ്ടാം അപ്പീൽ എന്ന് പറയുന്നത് സെക്ഷൻ 19 സബ് ക്ലോസ് 3 ആണ്. ഇതില് ഞാൻ നോട്ടിൽ ആഡ് ചെയ്യാനായിട്ട് വിട്ടുപോയി. നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പൊ തന്നെ എഴുതി വെക്കുക. ഇനി ഇവിടെ ആണ് ഫൈനൽ ഡിസിഷൻ ഉണ്ടാവുന്നത്. ഈ രണ്ടാം അപ്പീലിൽ ഈ കേന്ദ്ര വിവരാവകാശ കമ്മീഷനോ സംസ്ഥാന വിവരാവകാശ കമ്മീഷനോ നിങ്ങൾക്ക് നൽകുന്ന ഉത്തരം എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് ഫൈനൽ ആയിരിക്കും, അന്തിമമായിരിക്കും. അതിന്റെ മുകളിൽ ഇനി ഒരു അപ്പീലിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് എന്തില്ല? ഇല്ല. അപ്പോ രണ്ടാമത്തേതിൽ എന്താണ്? വിവരാവകാശ കമ്മീഷൻ എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് എന്താണ്? അന്തിമമായിരിക്കും, അല്ലെങ്കിൽ എന്താണ്? ഫൈനൽ ആയിരിക്കും. അപ്പോ നമ്മൾ എന്തൊക്കെയാ 19 എന്ന് പറയുന്നത് എന്താണ്? അപ്പീലിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. 19(1) എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ അപ്പീൽ, ഒന്നാം അപ്പീലാണ്. അത് കൊടുക്കുന്നത് ആർക്കാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക്. മുകളിലുള്ള ഉദ്യോഗസ്ഥനാണ്. 30 ദിവസത്തിനുള്ളിൽ കൊടുക്കണം. 30 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ അവിടെ നിന്ന് ഉത്തരം കിട്ടണം. രണ്ടാം അപ്പീലിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് സെക്ഷൻ 19 സബ് ക്ലോസ് 3 ആണ്. കൊടുക്കുന്നത് ആർക്കാണ്? കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ്. ഈ കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എന്താണ്? അവര് തരുന്ന ഉത്തരം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫൈനൽ ആയിരിക്കും. അതിന്റെ മുകളിൽ എന്തില്ല? മറ്റൊരു അപ്പീലിംഗ് അതോറിറ്റി ഇല്ല. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ ആദ്യം ഒരു വിവരാവകാശ കമ്മീഷനാണ്. വിവരാവകാശ കമ്മീഷനെ നേരിട്ടല്ല വിവരാവകാശവുമായിട്ട് നമ്മൾ സമീപിക്കുക. ആരെയാണ് സമീപിക്കുന്നത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെയാണ് നമ്മൾ ആദ്യം വിവരാവകാശത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? സമീപിക്കുന്നത്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ നേരിട്ട് സമീപിക്കുവാനായിട്ട് കഴിയും. ഏതൊക്കെയാണ് സാഹചര്യങ്ങളൊന്ന്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ അപേക്ഷ നൽകുന്ന ഓഫീസുകളിൽ ഇല്ല എങ്കിൽ, ഞാൻ പറഞ്ഞു എല്ലാ സ്ഥാപനങ്ങളിലും എന്തുണ്ട്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ട്, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ട്. പക്ഷെ ചില സ്ഥാപനങ്ങളിൽ എന്തുണ്ടായില്ല? ഇത് ഉണ്ടാകില്ല. അങ്ങനെ ഇല്ലാത്ത സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് നേരിട്ട് വിവരാവകാശ കമ്മീഷനെ സമീപിക്കാൻ കഴിയും. ഇനി കൃത്യമായിട്ടുള്ള സമയത്ത് അപേക്ഷക്ക് മറുപടി ലഭിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വിവരാവകാശ കമ്മീഷനെ സമീപിക്കുവാനായിട്ട് കഴിയും. പിന്നെ എന്താണ്? കിട്ടിയ വിവരം അപൂർണവും തെറ്റിദ്ധാരണ പടർത്തുന്നതുമാണെങ്കിൽ, എന്താണ്? കിട്ടിയ വിവരം അപൂർണവും തെറ്റിദ്ധാരണ പടർത്തുന്നതുമാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നേരിട്ട് വിവരാവകാശ കമ്മീഷനെ സമീപിക്കുവാൻ കഴിയും. ഇനി അമിതമായ ഫീസ് ഈടാക്കുകയാണെങ്കിൽ എന്താണ്? അമിതമായ ഫീസ് ഈടാക്കുകയാണെങ്കിൽ, ഈ അമിതമായ ഫീസ് ഈടാക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞു അപേക്ഷാ ഫീസ് എത്രയാണ്? 10 ആണ്. ഈ 10 രൂപ കൂടുതൽ വാങ്ങാന്നുള്ളതല്ല, അത് 10 രൂപ തന്നെയാണ്. അത് ആരും കൂടുതൽ വാങ്ങില്ല, നമുക്ക് കൊടുക്കില്ല. ഇത് അതിനല്ല പറയുന്നത്. അമിതമായ ഫീസ് ഈടാക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു എന്താണ്? ഈ നമ്മൾ വിവരാവകാശം കൊടുത്താൽ ഇതിന്റെ ഉത്തരങ്ങൾ പല ഫോർമാറ്റുകളിലാണ് നമുക്ക് കിട്ടുക. ചിലത് പ്രിന്റ് ഔട്ട് ആയിരിക്കും, ചിലത് ഫ്ലോപ്പി ഡിസ്കിലായിരിക്കും, ചിലത് CD-യിലായിരിക്കും, അല്ലെങ്കിൽ പെൻഡ്രൈവിലായിരിക്കും. ഇങ്ങനെ വിവിധ മാധ്യമങ്ങളിലൂടെ നമുക്ക് എന്ത് തരാം? ഉത്തരങ്ങൾ തരാം. ഈ ഉത്തരങ്ങൾ വെറുതെ തരില്ല. അതിനെന്തുണ്ട്? അതിനൊരു ചിലവ് അപേക്ഷകൻ വഹിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു A4 ഷീറ്റിനൊക്കെ ആണെങ്കിൽ കേരളത്തിൽ ഏതാണ്ട് 3 രൂപയാണ് ഒരു ഷീറ്റ് പേപ്പറിന് എന്ത് ചെയ്യുക? ഒരു A4 ഈടാക്കുക. ഫ്ലോപ്പി ഡിസ്ക് CD ഒക്കെ ആണെങ്കിൽ 75 രൂപ. പിന്നെ നേരിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ആദ്യത്തെ 1 മണിക്കൂർ ഫ്രീ, പിന്നെ വരുന്ന ഓരോ 30 മിനിറ്റിനും 10 രൂപ. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ചാർജ് എന്ന് പറയുന്നത്. ഇതിൽ എന്തെങ്കിലും കൂടുതൽ ഈടാക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വിവരാവകാശ കമ്മീഷനെ നേരിട്ട് സമീപിക്കുവാനായിട്ട് കഴിയും. എന്താണ്? ഒന്നാമത്തേത് എന്താണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ ഇല്ലാത്ത സ്ഥാപനങ്ങളാണെങ്കിൽ നമുക്ക് നേരിട്ട് കമ്മീഷനെ സമീപിക്കാം. അല്ലെങ്കിൽ എന്താണ്? അപേക്ഷക്ക് കൃത്യസമയത്ത് മറുപടി ലഭിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ കിട്ടിയ വിവരം എന്നുള്ളത് തെറ്റായ വിവരമാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ്? അപൂർണമാണെങ്കിലൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് കമ്മീഷനെ സമീപിക്കാം. മാത്രമല്ല
അമിതമായിട്ടുള്ള ഫീസ് നമ്മളിൽ നിന്ന് ഈടാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വിവരാവകാശ കമ്മീഷൻ എന്ത് ചെയ്യാൻ പറ്റും, സമീപിക്കുന്നതിനായിട്ട് സാധിക്കും. അപ്പോ ഇതോടുകൂടി എന്താണ് നമ്മളുടെ വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന ഭാഗം, അല്ലെങ്കിൽ നമ്മുടെ LDSയുടെ വിഷയത്തിലുള്ള വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന ഭാഗം എന്ത് ചെയ്യുകയാണ്, ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇത്രയുമല്ല, ഇതിലും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് റാങ്ക് ഫയലിൽ എന്ത് ചെയ്യാൻ പറ്റും, കാണുവാനായിട്ട് കഴിയും. നമ്മൾ ഒരു ക്ലാസ് എന്നുള്ള നിലയ്ക്ക് ചുരുക്കിയാണ് ഈ വിഷയങ്ങൾ എന്ത് ചെയ്യുന്നത്, എടുത്തിരിക്കുന്നത്. എങ്കിലും അത്യാവശ്യം വേണ്ട എല്ലാ വിവരങ്ങളും ഇതിൽ ഉൾപ്പെടുത്തുന്നതിനായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ റാങ്ക് ഫയലുകളൊക്കെ എന്താണ്, നിങ്ങളുള്ള ആളുകൾ എന്ത് ചെയ്യുക, ഇതിലും കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അതിൽ നിന്നും പഠിക്കുക. കാരണം PSC എന്താണ്, ഈ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിൽ എങ്ങനെ വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യുക, റാങ്ക് ഫയൽ കൂടിയൊക്കെ വെച്ചിട്ട് വേണം ഇത്തരം വിഷയങ്ങൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. നമുക്ക് റാങ്ക് ഫയൽ, ഈ പറഞ്ഞ ലക്ഷ്യയുടെ റാങ്ക് ഫയലിലുള്ള ഒരു 3 പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടി ആൻസർ ചെയ്തിട്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2005 വിവരാവകാശ നിയമപ്രകാരം പൗരന് ലഭിക്കുന്ന വിവരങ്ങളുമായി ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ആഗ്രഹിക്കുന്ന ഏത് വിവരവും ലഭിക്കും. രണ്ടാമത്തേത് പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള എല്ലാ വിവരവും ലഭിക്കും. മൂന്നാമത്തേത് വകുപ്പ് 8-9 പറഞ്ഞിട്ടുള്ള ഒഴികെയുള്ള അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ മാത്രം ലഭിക്കുന്നു. ഉത്തരം ഏതായിരിക്കും? ഉത്തരം C ആണ്. അതായത് വകുപ്പ് 8-9 പറഞ്ഞിട്ടുള്ളതിൽ ഒഴികെയുള്ള പുതിയ അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ലഭ്യമാകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഏത് ഏജൻസിയാണ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്? ഒന്ന് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്, ആസാം റൈഫിൾസ്, ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ്, പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ഓപ്ഷൻ ഡി, പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ബാക്കി റവന്യൂ ഇന്റലിജൻസിനെ കുറിച്ചുള്ള വിവരമൊന്നും നമുക്ക് ലഭിക്കില്ല. ആസാം റൈഫിളിനെ കുറിച്ച് വിവരം ലഭിക്കില്ല. എൻഫോഴ്സ്മെന്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ എന്ത് ചെയ്യില്ല, നമുക്ക് ലഭ്യമാകില്ല. മൂന്നാമത്തേത്, വിവരാവകാശ നിയമം 2005 പ്രകാരം അപേക്ഷകന് ഫീസ് ഇല്ലാതെ നൽകപ്പെടുന്നു. ആർക്കൊക്കെയാണ്? അപേക്ഷകൻ ഒരു BPL വ്യക്തിയാണെങ്കിൽ അപേക്ഷ നൽകി 30 ദിവസത്തിനകം വിവരങ്ങൾ നൽകുന്നത് പരാജയപ്പെടുന്നിടത്ത് 45 ദിവസത്തിനുള്ളിൽ എന്താണ് വിവരങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെട്ടാൽ അതോറിറ്റി എന്താണ് തെറ്റായ വിവരങ്ങൾ നൽകിയാൽ 1ഉം 2ഉം ശരിയാണ്, 1 3ഉം ശരിയാണ്, 1 മാത്രം ശരിയാണ്, 1ഉം 4ഉം ശരിയാണ്. 1ഉം 2ഉം 3ഉം ശരിയല്ല. ഉത്തരം 1ഉം 2ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ എ ആണ് ശരി, 1ഉം 2ഉം. അതായത് അപേക്ഷകൻ ഒരു BPL വ്യക്തിയാണെങ്കിൽ അപേക്ഷ നൽകിയതാണ് 30 ദിവസത്തിനുള്ളിൽ എന്താണ് വിവരങ്ങൾ നൽകുന്നതിന് പരാജയപ്പെട്ടാൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഫീസ്, അപേക്ഷന് ഫീസ് ഇല്ലാതെ വിവരങ്ങൾ നൽകപ്പെടുന്നത്. അപ്പൊ ഇതോടുകൂടിയിട്ട് എന്താണ് ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു ഓൾ.